ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത്. അതായത് ഞാൻ ഒരു ടിക്കറ്റും എടുക്കാതെയാണ് തിരുപ്പതിയിൽ വന്നത്. ദർശനത്തിൻ്റെയോ റൂമിൻ്റെയോ ഒന്നും എടുത്തില്ല, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഏകദേശം ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു 3 മണിക്ക് ലൈനിൽ കയറിയതാണ്. അതായത് സർവ്വദർശനത്തിന് ഫ്രീ ആയിട്ടുള്ള ദർശനത്തിന് കയറിയതാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് കഴിഞ്ഞത്. എന്തായാലും ഒരു സംഭവം തന്നെയായിരുന്നു കേട്ടോ, ഫ്രീ ദർശനം എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ദർശനം കിട്ടി. അകത്ത് പോയി പ്രാർത്ഥിച്ച് നല്ല പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കിട്ടി, എല്ലാം കിട്ടി. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു അഭിപ്രായം പറയാനെന്താ വെച്ചാൽ സംഭവിച്ചാൽ, ഈ സർവ്വദർശനത്തിന്, അതായത് പൈസ ഇല്ലാതെ ടോക്കൺ എടുക്കാതുള്ള ദർശനത്തിന് തീർച്ചയായിട്ടും കുട്ടികളും പ്രായമുള്ള ആൾക്കാരും ഒരിക്കലും വരരുത് കേട്ടോ. കാരണം ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ തന്നെ ഇന്നലെ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഞങ്ങൾ എന്താ പറയുക, താമസിക്കുന്ന ഒരു റൂമുണ്ട്, അതിലെത്തിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ അകത്തേക്ക് വിടുക. അവിടെയാണ് ഭക്ഷണമൊക്കെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി മാത്രം ഞാനൊരു 10 കിലോമീറ്റർ യാത്ര ചെയ്ത് നടന്നിട്ടുണ്ട്. ഒരു ഷീറ്റിട്ട ഒരു ഇതിങ്ങനെ കെട്ടിയിട്ടുണ്ട് റോട്ടിൽ കൂടെ. അങ്ങനെ 2-3 റൗണ്ട് അടിച്ചിട്ടാണ് ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു ഇതുണ്ട്, ഒരു ഹാള് പോലത്തെ, ആ ഹാളിൽ എത്തിയത്. അവിടെയാണ് നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുക. പക്ഷേ വല്ലാ ബുദ്ധിമുട്ടിട്ടോ സത്യത്തിൽ. ഇനി ഒരിക്കലും ഞാൻ എന്തായാലും ഫ്രീ ദർശനത്തിന് ഇത് ഞാൻ ശ്രമിച്ചതാണ്. കാരണം എല്ലാവരും നമ്മുടെ വ്ളോഗ് ചെയ്യുന്നത് 300 രൂപ ടോക്കൺ എടുത്തിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. ഇത് ഞാൻ ഒരു ടോക്കണും എടുക്കാതെ ഫ്രീ ദർശനം എങ്ങനെ നമുക്ക് സാധിക്കുന്നുള്ള ആ ഒരു വ്ളോഗിന് വേണ്ടി ഞാൻ അതിൽ വന്നിട്ടോ. എന്തായാലും ബുദ്ധിമുട്ടാണ്. ഒരുപാട് എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് കുട്ടികൾ കരയുന്നു, വിശന്നിട്ട് കരയുന്നു. അവർക്ക് വെള്ളം, പാല്, അവരിങ്ങനെ തിക്കുകൊണ്ട്. പിന്നെ ഒരുപാട് വയസ്സായ പ്രായമുള്ള ആൾക്കാർ മുട്ടും കാല് വേദന അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നു. ഒരുപാട് ഞാൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരുപാട് മുട്ടും കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ തിരുപ്പതിയിൽ വരികയാണെങ്കിൽ 300 രൂപ ടോക്കൺ എടുത്തിട്ട് തന്നെ വരിക പ്ലീസ്. അതിൻ്റെ ഒരു ഇതാണ്. അല്ല, ആൾ കുറഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ വേണം മാത്രം നിങ്ങൾ ഈ സർവ്വദർശനം ഒന്ന് ട്രൈ ചെയ്താൽ മതി. എന്തായാലും സർവ്വദർശനത്തിൽ നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ ഹാളിലുണ്ട്. രാത്രി ആ ഹാളിൽ തന്നെ ഉറങ്ങാനൊക്കെ പറ്റി, അതൊക്കെ ഒരു സൗകര്യം ഉണ്ട്. എന്നാലും ഒരുപാട് നേരം നിൽക്കാനും നടക്കാനും തിക്കിലും തിരക്കിലൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാക്സിമം ഒരു 99% 300 രൂപ ടോക്കൺ എടുത്തിട്ട് നിങ്ങൾ തിരുപ്പതിയിൽ വന്നാൽ മതി ദർശനത്തിന്. അതായിരിക്കും നമുക്ക് കുറച്ച് പ്രായമുള്ളതൊക്കെ എളുപ്പട്ടോ. എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞു, അടിപൊളി ദർശനം കിട്ടി. ഇവിടെ നല്ല മഴയാണ്, മഴ ഉണ്ടായിരുന്നു. അതിനോണ്ട് വലിയ ചൂടൊന്നുമില്ല, നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. കോഫി, ടീ അങ്ങനത്തെ ഒരു പരിപാടിയും കിട്ടിയില്ല. ഭക്ഷണം കിട്ടി, രാവിലെ ഉപ്മാവ്, ഉച്ചയ്ക്ക് ഒരു സാമ്പാർ സാദം പറഞ്ഞ ഒരു സാമ്പാറിൻ്റെ ചോറ് അങ്ങനെ കിട്ടി. എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഞാൻ കാണാതെ മടങ്ങാൻ പറ്റുമെന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ എന്തായാലും അകത്ത് കയറി ഭഗവാനെ ദർശിച്ച് അടിപൊളി ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ 300 രൂപയുടെ ടോക്കൺ എടുത്ത ആൾക്കാരും ഏകദേശം നമ്മുടെ ഈ ഗോപുരത്തിൻ്റെ ഭഗവാനെ കാണുന്നതിൻ്റെ ഒരു 50 മീറ്റർ മുന്നേ എല്ലാം ഒന്നിച്ചാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത് കേട്ടോ. ഈ ടോക്കൺ എടുത്ത ആൾക്കാരും ടോക്കൺ എടുക്കാതെ സർവ്വദർശനത്തിൻ്റെ ആൾക്കാരും എല്ലാവരും ഒരുമിച്ചാണ് അകത്തേക്ക് പോകുന്നത്, പോയി സന്ദർശിച്ച് പുറത്തേക്ക് വരുന്നത്. പിന്നെ അകത്ത് കയറി നമ്മൾ സന്ദർശനം കഴിഞ്ഞപ്പോഴേ നമുക്ക് ആ ഒരു കൂപ്പണിൽ നമ്മുടെ 300 രൂപ എടുത്ത കൂപ്പണായാലും ഫ്രീ ദർശനത്തിന് നമുക്ക് അകത്തുനിന്ന് നമുക്ക് ലാസ്റ്റ് ഒരു കൂപ്പൺ തരും. ആ കൂപ്പൺ വെച്ച് നമുക്ക് അകത്ത് കിടക്കാൻ പറ്റും. ആ കൂപ്പൺ, ഈ 2 കൂപ്പൺ നമുക്ക് 1 ലഡു വീതം ഫ്രീ കിട്ടും. അതിലും ഒരു ചെറിയ ഭാഗ്യം ഉണ്ടായിട്ടോ. എക്സ്ട്രാ 2 ലഡു കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ 200 രൂപയും ഒരു കൂപ്പണാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ഒരു കൂപ്പണിൽ ഒരു ലഡു ഫ്രീ ആയിട്ടും കിട്ടി. 200 രൂപയ്ക്ക് ചേഞ്ച് ഇല്ലാത്തതിനെ കൊണ്ട് 4 ലഡു, അങ്ങനെ 5 ലഡു എനിക്ക് വാങ്ങിയിട്ട് അതിലൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ 5 ലഡു വാങ്ങിച്ചും ചെയ്തിട്ടോ. എന്തായാലും നല്ലൊരു ഇതാണ്. ഇവിടെ നൃത്ത കണക്കുണ്ട്. ഒരുപാട് ചെരുപ്പൊക്കെ ഞാൻ ബാഗിൽ തന്നെ വെച്ചിട്ട് ലഗേജിലിടുക. ലഗേജൊക്കെ നമുക്ക് ഏകദേശം സർവ്വദർശനത്തിന് വരികയാണെങ്കിൽ ലഗേജ് വരുന്ന ഒരു ഏകദേശം 1 കിലോമീറ്റർ മുന്നേ, അതിൻ്റെ ഹാളിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് വരുന്ന മുന്നേ തന്നെ നമുക്ക് ലഗേജ് അവിടെ തന്നെ ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കും. നമ്മുടെ മൊബൈലും ലഗേജും ഫ്രീ ആയിട്ടാണ് അവിടെ തരും. നമുക്കൊരു ടോക്കൺ തരും, നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ടോക്കൺ തരും, മൊബൈൽ നമ്പറൊക്കെ തരും. നമുക്കത് ഈ ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് ഈ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേജുണ്ട്, ആ സ്റ്റേജിൻ്റെ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ലഗേജും മൊബൈലും നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ചെരുപ്പൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ ചെരുപ്പ് ഇവിടെ ഇട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഷൂ ഒക്കെ ആണെങ്കിൽ നനഞ്ഞിട്ട് ആകെ ഇതാവും. എന്തായാലും നല്ല ഒരു കാലാവസ്ഥ, നമുക്കൊരു അടിപൊളി കാലാവസ്ഥ. മഴ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ തിരുപ്പതി ഭഗവാന്റെ ഫസ്റ്റ് കാണുന്ന ഗോപുരമല്ല, രണ്ടാമത് കാണുന്ന ആ ഒരു ഗോൾഡൻ ഗോപുരമല്ലോ, അവിടെയാണ് നമ്മൾ തൊഴാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ ബാക്കിലൊക്കെ കോട വീണ് നല്ല നിറഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു റഷുള്ള സമയമാണ് ഇപ്പോൾ വന്നത് കേട്ടോ. ഞാൻ കയറുമ്പോൾ റഷില്ലെങ്കിലും എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഫുള്ള് റഷാട്ടോ. ഒരുപാട് ജനങ്ങൾ. അതിൻ്റെ താഴെയുള്ള വ്യൂ ഞാൻ കാണിച്ചു. ചെറിയ മഴ ചാറിനുള്ളൂ, അതിനോണ്ട് വലിയ പ്രശ്നം. ഞാൻ ആ താഴെ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചോട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ തിരുപ്പതി ഭഗവാന്റെ ആളുകൾ ഇവിടെയൊക്കെ ചെരുപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, അവിടെ നമുക്ക് തൊഴ കേട്ടോ. ഇവിടെയാണ് ആളുകൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. ഇവിടെ കണ്ടോ, നമുക്ക് താഴെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടല്ലോ, നമുക്കിതാ ഇവിടെ സംഭവം. ഇവിടെ ഈ കർപ്പൂരം വാങ്ങിയിട്ട് നമുക്കിതാ ഈ കർപ്പൂരം കണ്ടോ, ഈ കർപ്പൂരം വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ കത്തിക്കാം. ഇവിടെ ആളുകൾ തേങ്ങയൊക്കെ ഉടയ്ക്കുന്നുണ്ട്, ഒരുപാട് തേങ്ങയൊക്കെ ഉടയ്ക്കും കണ്ടോ.
വിളിക്കുക. ഇതെവിടെയാണ് കർപ്പൂരം കത്തിക്കുന്ന ആ ഒരു ഭാഗം കേട്ടോ. ഇവിടെ കർപ്പൂരം കത്തിക്കാൻ പറ്റും. ചെറിയൊരു മഴച്ചാറുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല ആളുകൾക്കുണ്ടോ. ഇവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവർ എടുത്തൊരു ഫോട്ടോ കണ്ടോ കറക്റ്റായിട്ട്. ഇവിടെ കുറേ ക്യാമറാമാനും ടീമൊക്കെ ഉണ്ട്. ഇവരെ ഫോട്ടോ എടുത്തരും. കിട്ടുന്ന 100 ഒരു ഫോട്ടോ എടുക്കാൻ 100 രൂപയാണെന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പൊഷ്യല്ല, അതായത് ആ ഗോപുരത്തിൻ്റെതൊക്കെ തെളിഞ്ഞ് കാണുന്നത് പോലെ നമുക്ക് അടിപൊളി ഒരു ഫോട്ടോ എടുത്തരും. ഇങ്ങനെ സത്യത്തിൽ ദേഷ്യം പിടിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇത്രയും ടൈമൊക്കെ നിന്നിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് തിരിച്ചു പോകണോ എന്നൊക്കെ. പക്ഷേ അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. എന്തായാലും ഉള്ളിൽ കയറിയ സന്തോഷം കേട്ടോ. ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റിയാണെങ്കിൽ നല്ലൊരു ഹാപ്പി കേട്ടോ. നല്ലൊരു ഇതാണ്. ഈ മഴയാണ് നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും ഇവിടെ സ്റ്റേജിൽ ഭരതനാട്യം കളിക്കുന്നുണ്ട്. എപ്പോഴും ഇന്ന് ഇത് കളിക്കുകയാണ്. ഈ ഓഡിറ്റോറിയം ഉണ്ട് ഇവിടെ തന്നെ, നമ്മുടെ ഗുരുവായൂരിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഇതവിടെ വലിയൊരു അതിൻ്റെ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് 300 രൂപയുടെ ആ ടോക്കൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തിരുമല മുകളിൽ തന്നെ നമുക്ക് റൂം കിട്ടും. അതിൻ്റെ ഞാൻ താഴെ എടുത്ത് ഞാൻ ടോക്കൺ ഒന്നും എടുക്കാവുന്നതിനെ കൊണ്ട് താഴെ റൂം എടുത്തിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വരിക. ഇത് ഇപ്പോൾ ടോക്കൺ എടുത്ത് വരികയാണെങ്കിൽ ഇവിടെ തന്നെ റൂമും കിട്ടും. നിങ്ങൾക്ക് ദർശനത്തിനൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം ടോക്കൺ എടുത്തിട്ട് വരിക തിരുപ്പതി വരുമ്പോൾ കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. മഴ നല്ല പെയ്യുന്നുണ്ട്. ഞാൻ ആ സ്റ്റേജിൽ കയറി നിന്നാണ്. നല്ല പെയ്യുന്നുണ്ട് മഴ കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് കാര്യമായിട്ടുള്ള ഒരു സാധനം കാണാൻ കേട്ടോ. പുഷ്കരണി കാണാം. പുഷ്കരണി കാണാൻ വേണ്ടി പോകാം കേട്ടോ. ലെൻസിൻ്റെ മുകളിൽ പുഷ്കരണിയിൽ ഇറങ്ങാൻ പറ്റുമോ അറിയില്ല. അപ്പം ഞാൻ നോക്കുമ്പം ഒരാൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് പോയി നോക്കാം. അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം കേട്ടോ. ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് പുറത്തിറങ്ങുന്നതിന് അവിടെ തന്നെയാണ് പുഷ്കരണി. ഇവിടെ തിരുപ്പതി ലഡു ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഈ തിരുപ്പതി ലഡുവിന് ഇവിടെ പാറ്റേണൊക്കെ ഉണ്ട് കേട്ടോ. തിരുപ്പതി ലഡുവിന് വേറെ ആരും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊക്കെ ഇതുണ്ട്. ഇതാണ് നമ്മുടെ പുഷ്കരണി കേട്ടോ. പുഷ്കരണി നല്ല ബ്ലൂ കളറായിരിക്കും വെള്ളം. പുഷ്കരണിയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ഇതാട്ടോ. ഈ തിരുപ്പതി ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അപ്പം എല്ലാം നമുക്ക് അറിയുന്നില്ല. അത് കറക്റ്റ് നമ്മൾ ഓരോ ആളുകൾ അതിൻ്റേതായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാനും തിരുപ്പതി വരുന്നതിന് മുന്നേ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടു. അതിൻ്റെ ഐതിഹ്യങ്ങളും സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെയാണ് ഞാനും വന്നിട്ടോ. പക്ഷേ ആദ്യം ആ സമയത്ത് ഈ പുഷ്കരണിയിൽ ആളുകൾ കുളിപ്പിക്കുന്നില്ലായിരുന്നു. ഇപ്പം ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അവിടെ ഗുരുവായൂരെ പോലെ തന്നെ നെറ്റ് കെട്ടിയിട്ടുണ്ട്. ആ നെറ്റിന് അങ്ങോട്ട് വരാൻ പാടില്ല. പക്ഷേ വെള്ളം സത്യത്തിൽ വെള്ളം റീസൈക്ലിംഗ് ഉണ്ടോ സംശയമുണ്ട് എനിക്ക് കേട്ടോ. കാരണം സംശയമില്ല, റീസൈക്ലിംഗ് ഉണ്ട്. അല്ലാതെ ഇത്രയും നീല കളറിൽ ഇത്ര പ്യുവറായിട്ട് ഈ വെള്ളം കാണില്ല കേട്ടോ. തീർച്ചയായിട്ടും ഈ വെള്ളം റീസൈക്കിളായിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു വൃത്തിയുള്ള വെള്ളമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അതിന് നടുവിലൊരു മണ്ഡപമുണ്ട്. ഇത് നമ്മുടെ പുഷ്കരണി ആ കുളത്തിൻ്റെ ഗേറ്റാട്ടോ. സെറ്റപ്പൊക്കെ അടിപൊളി. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു ഗാലറി കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഹാളാണ്. മുകളിൽ നമ്മൾ തിരുമലയിൽ അന്നപ്രസാദ സെൻ്റർ കേട്ടോ. ഇതാ 8 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്. ഇവരൊക്കെ ഞാൻ ലൈനിൽ നിൽക്കുമ്പോൾ പരിചയപ്പെട്ടോ. കാരക്കുടിയുള്ള ഇവരൊക്കെ ഞാൻ ഒരുമിച്ച് ലൈനിൽ പരിചയപ്പെട്ടവരൊക്കെ. അപ്പം ഞാൻ ലൈനിൽ നിൽക്കുമ്പോൾ എന്നെ ഒരുപാട് സഹായിച്ച കുറേ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടോ. അപ്പോൾ അവരൊക്കെയാണ് ഇവർ കാരക്കുടി എന്ന സ്ഥലത്ത് വരുന്നത്. ഈ അക്കയുടെ പരിചയം. അക്ക പേര് சொல்லுங்க.
രുക്മണി ടു ഓപ്പൺ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രീ ആയിട്ട് നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. ഇത് ഫ്രീ ആട്ടോ അവിടെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നല്ലോ. ഇപ്പോഴത്തെ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നുള്ള പരിപാടിയിലാണ്. എന്തായാലും നമുക്ക് കയറി ലഞ്ച് കഴിച്ചിട്ട് പോവാം. അതും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അന്നപ്രസാദത്തിൻ്റെ ഹാള് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറി, നമ്മളും കൂടെ കയറിയിട്ടോ. നമുക്കിവിടെ വന്ന് എനിക്കിവിടെ വന്നിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കേണ്ടി വന്നിട്ടേ ഇല്ല. പുറത്തുനിന്ന് ഞാൻ ഭക്ഷണമേ കഴിച്ചില്ല. കാരണം നമുക്ക് തിരുപ്പതിയിൽ നമുക്ക് ഭക്ഷണിക്കുള്ള വിഷ്ണു നിവാസ് അങ്ങനെ ഫുൾ ടൈം 3 നേരം ഫുഡുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 3 നേരം ഫുഡുണ്ട്. 1 മണിക്കൂർ എങ്ങനെയോ നമുക്ക് ഒഴിവുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാനുള്ള. എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെന്നല്ല നല്ല ഫെസിലിറ്റിയേക്കും പോയോക്കാം. ഇതുണ്ട് ഇല, എത്രയാണ് ഇലക്ക് കയറിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലേ. ഫുൾ ഇലയിലാണ് ഭക്ഷണം ഇവിടെ. അടിപൊളി ഫെസിലിറ്റി കണ്ടോ, ഇലയിലാണ് കംപ്ലീറ്റ് ഇട്ടോ. കണ്ടില്ലേ, അടിപൊളി ഫെസിലിറ്റിയാണ്. എന്തായാലും അടിപൊളിയാണ് സംഭവം. എല്ലാവരും ഒരുപാട് പേർക്ക് ഫുഡ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ. നമുക്കൊരു ഇല കിട്ടിട്ടോ ഫുഡ് കഴിക്കാനുള്ള. എന്തൊക്കെയാണ് സംഭവിച്ചാൽ ഇലയിൽ ഓൾറെഡി നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ടാവും ഭക്ഷണമൊക്കെ. ഇതുണ്ടല്ലേ, റൊട്ടി ഉണ്ട്, ഒരു പായസം ഉണ്ടാവും, ഒരു കൂട്ടുകറി, ഒരു ചട്നി ഉണ്ടാവും. ഭക്ഷണം കഴിഞ്ഞ് ഇപ്പോഴാണ് പുറത്തിറങ്ങി കേട്ടോ. അടിപൊളി ഭക്ഷണം കേട്ടോ. സംഭവം നല്ല സൂപ്പർ ഭക്ഷണമാണ്. നല്ല അടിപൊളി ചോറ്, നല്ല പൊന്നി അരിൻ്റെ ചോറാട്ടോ. നമുക്ക് ചോറും സാമ്പാറും തരും. അത് കഴിഞ്ഞിട്ട് ചോറിട്ടിട്ട് രസം, മോര് എല്ലാം ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ചോറാണ്. 24 3 നേരം അവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഭക്ഷണം ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് കേട്ടോ. നമ്മൾ തിരുപ്പതിയിൽ നിന്ന് വന്നിട്ട് ബസ് ഇറങ്ങുന്ന സ്ഥലം അറിയില്ല. ഇതാണ് തിരുപ്പതിയിൽ നമ്മളിവിടെ വന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ ഇവിടെയായിട്ട് ഇറങ്ങുക. ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ അപ്പോൾ തന്നെ ആ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അന്നപ്രസാദ കൗണ്ടർ എന്ന സംഭവമുണ്ട്. റോഡ് തന്നെ ഇവിടെയും ഫുൾ ടൈം ഭക്ഷണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആർക്കും വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ തൊട്ട സ്ഥലത്ത് തന്നെ അവിടെ അതിൻ്റെ TTDൻ്റെ ആൾക്കാർ ഒരു സ്റ്റാൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം, ചൂട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർമ്മ വയ്ക്കുക. എന്താ ഈ ബസ്സാണ് ഇവിടുത്തെ ഫ്രീ ബസ്സാട്ടോ. ഇവിടെ ദേവസ്വത്തിൻ്റെ ഫ്രീ ബസ്സാണ് ഈ ബസ്. ഇവിടുന്ന് നമ്മളെല്ലാവരും കയറ്റിയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ഇറങ്ങിയില്ലേ, ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി തരും. അതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ കണ്ടില്ലേ, ഒരുമാതിരി ഒരു ഇതുപോലല്ലേ, ഒരു നല്ലൊരു രഥത്തിൻ്റെ പോലെയല്ലേ ബസ്. ഇത് ഫുൾ ടൈം ബസ്സാണ്. ഇതിൻ്റെ കറക്റ്റ് നമ്മൾ ഇതിൻ്റെ സമയം നോക്കുകയാണെങ്കിൽ നോക്കിക്കൊള്ളു കേട്ടോ. ബസ്സിൻ്റെ സമയം ഫുൾ 24 hours ഇല്ല കേട്ടോ. 23:51, അതായത് 10-11 മണി വരെ ലാസ്റ്റ് ബസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരുമലയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാ ദർശനങ്ങളും എല്ലാതൊക്കെ ഉണ്ട്. പിന്നെ ചെറുങ്ങനെ മഴ വെച്ചാൽ അവിടെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് ആവശ്യം മാർക്കറ്റ് ഉണ്ട്. പിന്നെ ആ സംഭവങ്ങളുണ്ടൊക്കെ അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആക്കെ ഒന്ന് ചുറ്റി കണ്ടുവരാം. വലിയൊരു ഹാളുണ്ട്. രാത്രി വന്നു കഴിഞ്ഞാൽ ലേറ്റായി വരികയാണെങ്കിൽ ആ ഹാളിൽ നമുക്ക് അവിടെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരുപ്പതിയിലേക്ക് പോവാണ്. ഇവിടുന്ന് ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എത്തി. നേരെ തിരുപ്പതി പോവുക. അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ